അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. സമയം 5 മണി അറിഞ്ഞു പോലുമില്ല. നേരെ ക്യാൻറ്റീനിൽ വിട്ടു, ചായയും കടിയും കഴിച്ചു. അതിനുശേഷം നേരെ ബസ്സിൽ കയറി. ബസ്സിലാണെങ്കിൽ മൊത്തം പൊടിയും ചൂടും ഒക്കെയാണ്. ജസ്റ്റ് കുറച്ച് നേരം വാതൊക്കെ പോയിരുന്നു, ജെല്ലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇരുന്നു. നേരെ റൂമിൽ ചെന്നു, ഫ്രഷായി ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. ചൂടാണെങ്കിലും അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നടന്നു പോയപ്പോഴാണ് ഒരു സ്വിഫ്റ്റ് നമ്മൾ ഓവർടേക്ക് ചെയ്തത്. ഒടുക്കത്തെ പൊടിയാണ് ഇവിടെ ഏതോ വീട് പണി നടക്കുന്നുണ്ട്. കമ്പിച്ചേട്ടൻ ഇങ്ങനെ കമ്പി മുറിച്ചുകൊണ്ടിരിക്കുന്നു, കടയൊക്കെ ഓണായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് ഗലിയിൽ ചെന്നു. ഇത് നമ്മുടെ സ്ഥിര സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ചായ കുടിയും വർത്താനൊക്കെയാണ്. അപ്പോൾ പട്ടി ചത്ത പോലെ അടക്കണം. പുള്ളി അഭിനയിക്കുന്നതാണ് കേട്ടോ, ഞാൻ തട്ടി നോക്കിന്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ചായയും കടിയും കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ നേരെ കടയിൽ ചെന്നു. അവളാണെങ്കിൽ ഒടുക്കത്തെ റേറ്റാണ്, അതുകൊണ്ട് അടുത്ത കട പിടിക്കാമെന്ന് വെച്ചു. 2 പട്ടികൾ തമ്മിൽ കടി കൂടുന്നതാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങളൊരു പുതിയ സ്പോട്ട് കണ്ടുപിടിച്ചു. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കില്ലാത്ത ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങളൊരു കോഫി കുടിച്ചു. കോഫി കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ ടി വിയിൽ കളി നടക്കുന്നത്. ക്രിക്കറ്റ് കളി തന്നെയാണ്. ഒരു പൊട്ടറ്റോ, ഇത് കാണുന്ന ഇപ്പോൾ പേടിയാണ്. ഇവിടെ ഫുള്ള് പൊട്ടറ്റോയുടെ മേളാണ്. അങ്ങനെ കളിയൊക്കെ കണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഐസ്ക്രീം തിന്നാൻ മോഹമായത്. അതിമോഹമായോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ഒരു ചോക്കോബാർ ഞങ്ങൾ വാങ്ങി കഴിച്ചു. അതിനുശേഷം ബില്ലൊക്കെ അടച്ചതിന് ശേഷം നേരെ തിരിച്ച് റൂമിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇപ്പോൾ പാനിപ്പൂരി ചേട്ടൻ നിന്ന് വിൽക്കണേ. ഇവിടെ ഒടുക്കത്തെ കച്ചവടം കേട്ടോ ഈ സാധനത്തിന്. അങ്ങനെ വാങ്ങിയ ഐസ്ക്രീമും കുടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിൽ